വെബ്സൈറ്റ് വഴി ഡിസൈൻ ചെയ്ത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും കാറ്റഗറിയും നമ്മൾ ഈ ഹോം പേജിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫോൺ കേസ് ആണ് കാണിക്കുന്നത്. കസ്റ്റം ഫോൺ കേസ് എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. 3 മോഡൽ ഫോൺ കവർ നമ്മുടെ ഉണ്ട്. ഹാർഡ് കേസ് ഉണ്ട്, ഗ്ലാസ് കവർ ഉണ്ട്, റബ്ബർ കവർ ഉണ്ട്. ഹാർഡ് കേസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. കമ്പനി സെലക്ട് ചെയ്യുന്നു, സാംസങ്. ഫസ്റ്റ് തന്നെയുള്ള മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ഫോൺ കവറിൻ്റെ ഇതിൽ നമ്മൾ പല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഫോട്ടോ, ഡബിൾ ഫോട്ടോ ഒക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വേണ്ടി സെലക്ട് ചെയ്ത് നമുക്ക് അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഉള്ളത് കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ബ്രൗസ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. നമുക്ക് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് ഫോട്ടോ അപ്ലോഡായി ഈ കവർ സെറ്റ് ആവുന്നതാണ്. ഇതേപോലെ ഫോൺ കേസിൽ നമുക്ക് ഡിസൈൻ എങ്ങനെയാണ് നമ്മുടെ വരുന്നതെന്നുള്ള നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ സെറ്റായി കിട്ടും ഫോട്ടോ. നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണൊക്കെ ആണെങ്കിൽ കുറച്ച് വലുപ്പത്തിലായിരിക്കും ക്യാമറ ഒക്കെ വരുന്നത്. കുറച്ച് കാലം മുമ്പേ ഉള്ള ഫോണിലൊക്കെ ആണെങ്കിൽ ഫിംഗർ വരുന്നുണ്ട് ഇവിടെ. അപ്പം ഇങ്ങനെയുള്ള ഫോട്ടോ വെക്കുന്നു നമുക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ മുഖമൊക്കെ നമുക്ക് ഇതിനകത്തായി പോകും. അപ്പം അങ്ങനെയുള്ള ഫോൺ കവർ ആണെങ്കിൽ നമ്മളിത് കുറച്ച് ഡിസൈൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഫോട്ടോ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ 4 സൈഡും ഇതൊരു ആരോ കാണുന്നത്, ആരോ ഫില്ലായിരിക്കണം ഫോട്ടോ. അപ്പം അതിനുശേഷം ഇവിടെ ഡിസൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫോണിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് നമുക്ക് വേണ്ടിയ കളറോ ആ ഫോട്ടോയ്ക്ക് ചേർന്ന ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് കവർ നമുക്ക് ഡിസൈനായി. അതിനുശേഷം നമുക്ക് ബൈ നൗ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതല്ല ഫോട്ടോ അല്ല ഡിസൈനാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറച്ച് ഡിസൈൻസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ കൂടുതലും പ്രിന്റ് ചെയ്യുന്ന ഡിസൈൻസുകളാണ് ഇതൊക്കെ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ടിയത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കാണിക്കാം. ഇതേപോലെ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ കവറിൽ എങ്ങനെ വരുന്നതെന്നുള്ളത് കാണാൻ സാധിക്കും. അതിനുശേഷം ബൈ നൗ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം ഇത് ബൈ നൗ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ കാർട്ടിലേക്ക് ഇതുപോലെ പ്രൊഡക്റ്റ് ആഡ് ആവും. ഞാൻ ആദ്യം ഒരു കേസ് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തിരുന്നു, അതാണ് 2 എണ്ണമായിട്ട് കാണിക്കുക. അപ്പോൾ നമ്മുടെ എമൗണ്ടും വ്യത്യാസം വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഡിസൈൻ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാർട്ടിലാണ് ഇത് ആഡായി കിടക്കും, അത് നമ്മൾ ക്ലോസ് ചെയ്ത് കളയും. നമ്മൾ സെയിം പ്രൈസ് തന്നെ കാണിക്കും. നമ്മൾ ഇപ്പം തന്നെ ആഡ് ചെയ്തേക്കുന്ന പർച്ചേസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന അതിൻ്റെ 149 രൂപ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ പ്രൊസീവ് ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ നെയിം, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. അതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അത് സെലക്ട് ചെയ്യുക. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ ഒരു 60 രൂപ എക്സ്ട്രാ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 199 രൂപയാണ് കവറിന് ടോട്ടൽ ഷിപ്പിംഗ് ഉൾപ്പെടെ വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ 260 രൂപ വരും. 59 രൂപ അഡ്വാൻസ് ചെയ്യണം. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഫുൾ എമൗണ്ടിന് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിരുന്നാലും നമുക്ക് ഒത്തിരി ഫേക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു അഡ്വാൻസ് വാങ്ങിയിട്ടാണ് ഇത് പ്രിന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്, അഡ്വാൻസ് വാങ്ങിയേ നമുക്ക് പറ്റുള്ളൂ. അതല്ലേ നമുക്ക് ഒത്തിരി ഫേക്ക് ഓർഡർ വരും, നമ്മൾ ഇവിടെ നിന്ന് അയക്കും, അങ്ങനെ ഒരു അഡ്രസ്സും കാണില്ല, കസ്റ്റമറും കാണുകയില്ല, സാധനം തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ ചെറിയ എമൗണ്ട് നമുക്ക് അഡ്വാൻസ് വാങ്ങുന്നുണ്ട്. ഈ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അഡ്വാൻസ് മാത്രം പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കി കിട്ടും. ക്യാഷ് ഓൺ ഡെലിവറി അല്ല ചെയ്യുന്നെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യുക, ഓർഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വേറെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. നമ്മൾ വാലറ്റാണ് ചെയ്യുന്നെങ്കിൽ വാലറ്റ് സെലക്ട് ചെയ്യുക. വാലറ്റ് സെലക്ഷൻ ഓപ്ഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടി കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ വെക്കുന്ന മോഡൽസുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനെല്ലാം നമ്പർ കൊടുത്തിട്ടുണ്ട്, C1, C2, C3, C4. അപ്പോൾ അത് നമുക്ക് വേണ്ടിയ കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് C1, C2, C3 നമ്മളെല്ലാം മോഡൽസിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. C3 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ കളർ സെലക്ട് ആയിട്ടുണ്ട്. വാലറ്റിൻ്റെ കളർ ഇവിടെ കാണിക്കുന്നുണ്ട്. ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടി കളർ ഇവിടെ
സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന അതിനുശേഷം നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ബൈ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ അതേപോലെ തന്നെ വരും. അത് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ടീഷർട്ട് ആണെങ്കിലും ഇതേപോലെ സെലക്ഷൻ ഓപ്ഷനാണ്. സെലക്ട് ചെയ്യുക, നമുക്ക് വേണ്ടി സൈസ് സെലക്ട് ചെയ്യാവുന്ന വയസ്സും സൈസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ബൈ നൗ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ വാട്ടർ ബോട്ടിലാണെങ്കിൽ കസ്റ്റമൈസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതേപോലെ 3 ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, നമ്മുടെ എല്ലാത്തിലും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക, നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ. അതിനുശേഷം ബൈ നൗ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. ബേബി ഫ്രെയിം ആണെങ്കിൽ അതേപോലെ തന്നെ സെലക്ട് ചെയ്ത് മോഡൽ സെലക്ട് ചെയ്യാണ്. നമ്മൾ ബേബി ഫ്രെയിം ഒരു 3-4 മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. ഏത് മോഡലാണ് വേണ്ടിയെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടിയ ഡീറ്റെയിൽ എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ബൈ നൗ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്.